എക്സലിൽ നമ്മൾ വി ലുക്കപ്പ് ഫംഗ്ഷനാണ് നോക്കാൻ പോണത്. സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ നോക്കിയിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട വിവരം കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നൊരു ഫംഗ്ഷനാണ് വി ലുക്കപ്പ് ഫംഗ്ഷൻ. നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കി നോക്കാം. നമുക്കിപ്പോൾ ഇതിൽ ഒരു സാലറിയുടെ കുറച്ച് ഡാറ്റ ഉണ്ട്. നമുക്കിപ്പോൾ 5-10 എണ്ണമൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കമ്പനിയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഉണ്ടാവും. അപ്പോൾ നമുക്കത് കോപ്പി പേസ്റ്റ് ചെയ്യാന്നുള്ള കാര്യം അത്രയ്ക്ക് ഫീസിബിൾ അല്ല, ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ വി ലുക്കപ്പ് ഫംഗ്ഷൻ വെച്ച് ചെയ്യാൻ നോക്കാം. ഈക്വൽ ടു വി ലുക്കപ്പ്. നമുക്ക് ഫംഗ്ഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ ടാബ് യൂസ് ചെയ്താൽ മതി. ടാബ് യൂസ് ചെയ്യാം. ലുക്കപ്പ് വാല്യൂ. നമുക്ക് ഈ വി ലുക്കപ്പ് ഫംഗ്ഷൻ നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ 4 ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൽ ഫസ്റ്റത്തെ ഇൻപുട്ടാണ് ലുക്കപ്പ് വാല്യൂ. നമ്മൾ ഏത് ഇതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമുക്ക് വാല്യൂവിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത്, അതാണ് ലുക്കപ്പ് വാല്യൂ. നമ്മൾ എംപ്ലോയി കോഡ് സെലക്ട് ചെയ്തു, കോമ. ടേബിൾ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡാറ്റയിൽ നിന്നാണ് റിസൾട്ട് കിട്ടേണ്ടത്, ആ ഡാറ്റേനെയാണ് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയി കോഡ് തൊട്ടിട്ടാണ് നമുക്ക് വേണ്ടു, അപ്പോൾ എംപ്ലോയി കോഡ് തൊട്ട് നമ്മൾ സെലക്ട് ചെയ്തു, കോമ. പിന്നെ നമുക്ക് കോളം ഇൻഡെക്സ് നമ്പർ ചോദിക്കും. നമുക്കിപ്പോൾ നെയിം വരുന്നത് രണ്ടാമത്തെ ഇതിലാണ് നെയിം വരുന്നത്, അപ്പോൾ നമ്മൾ 2 അടിച്ചു കൊടുത്തു, കോമ. നമുക്ക് എക്സാക്റ്റ് മാച്ച് വേണോ ഒരു അപ്രോക്സ് മാച്ച് വേണോ ചോദിക്കും. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് മാച്ച് വേണ്ട കാരണം ഫോൾസ് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. നമുക്ക് റിസൾട്ട് കിട്ടി. ഈ ഫോർമുല താഴത്തേക്ക് വരണമെങ്കിൽ പേസ്റ്റ് ആവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റിസൾട്ട് താഴത്തേക്കും വന്നു. ഇപ്പോൾ നമുക്ക് തോന്നുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നെയിമിന് പകരം സാലറി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ സാലറി ആക്കുക. ചെറിയൊരു മാറ്റം നമ്മൾ നമ്മുടെ ഫോർമുല ബാറിൽ നമ്മൾ ഇട്ട ഫോർമുലയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് സാലറി കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഫോർമുല ബാറിലേക്ക് പോവുക. നമ്മളിപ്പോൾ 2 ആണ് കൊടുത്തേക്കുന്നത്. 2 കൊടുത്തേക്കുന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നെയിമായിരുന്നു കിട്ടേണ്ടത്. നെയിം രണ്ടാമത്തെ കോളമിലാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് സാലറി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് എണ്ണെന്ന് നോക്കുമ്പോൾ 5ാമത്തെ ഇതായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 5 കൊടുക്കുക, കഴിഞ്ഞിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കിവിടെ സാലറി വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്ക് ഫോർമുല പേസ്റ്റ് ആവും.